ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിലെ 4 AM മൈൻഡ്ഫുൾ മോർണിംഗ് റുട്ടീനുമായിട്ടാണ്. അപ്പോൾ ഇതിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അന്നത്തെ ദിവസം രാവിലെ ഒരു 4 മണിയായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എണീക്കാൻ വേണ്ടിക്ക് 4 അല്ല, ഒരു 3:15 4 മണിയായിട്ടുണ്ടാവും. നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഖുർആൻ പാരായണം ചെയ്യലാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ ഭയങ്കര ആഗ്രഹമെന്ന്, അതുപോലെ നേരത്തെ എണീക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അലാറം വെച്ചാലും ഓഫാക്കിയിട്ട് കിടന്നുറങ്ങലാന്നല്ല. ഞാൻ 2-3 ആഴ്ച മുന്നേ തഹജ്ജുദ് വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന്, നമസ്കരിക്കുന്നവരും അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നവരെല്ലാം. നമ്മളില്ലേ ഒരാൾക്കെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് പുണ്യകരമായിട്ടുള്ള കാര്യം കേട്ടോ. അതിൽ മോട്ടിവേറ്റ് ആയിട്ട് ആരെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇല്ലേ കമൻറ്റ്സ് ചെയ്തവർക്കെല്ലാം താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് തഹജ്ജുദ് നമസ്കരിക്കാൻ തുടങ്ങി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. കേൾക്കുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. തഹജ്ജുദ് നമസ്കാരത്തിന് എണീക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. തലേദിവസമില്ലേ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ശക്തമായ ആഗ്രഹം ഉണ്ടാകണം, പിറ്റേ ദിവസം രാവിലെ എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കണമെന്ന്. പിന്നിലെ എന്ത് കാര്യവും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യും. മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം എന്നത്. അപ്പില്ലേ തഹജ്ജുദ് നമസ്കാരത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രത്യേക കരിഷ്മാറ്റിക് എനർജി ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു ടൈമാണ്. അപ്പം എല്ലാവരും പൊതച്ചു മൂടി കിടന്നുറങ്ങുന്ന ഒരു ടൈം, നമ്മൾ മാത്രം പഠിച്ച റബ്ബിന് വേണ്ടിക്ക് എണീച്ച് സുജൂദിൽ പോയി നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ടൈമാണ്. പഠിച്ചോനെ ഏഴാനാകാശത്തുനിന്ന് 1-ാം ആകാശത്തിലേക്ക് വരുന്ന ടൈമും കൂടിയാണത്. അപ്പം തൻ്റെ അടിയാൻ ആ ഒരു സമയം എണീച്ചിട്ട് പഠിച്ചവന് വേണ്ടിക്ക് സുജൂദ് ചെയ്യുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുവോ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്നാണ് മലക്കളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നതിലൂടെ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എല്ലാ തലത്തിലും നമുക്ക് ഉയർച്ച വരും കേട്ടോ. ബാക്കി ടിപ്സ് ഞാൻ പറയാം കേട്ടോ. അതിനു മുമ്പായിട്ട് ഞാനിതാ എൻ്റെ നമസ്കാരവും കാര്യങ്ങളും വർക്കൗട്ടും എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. ഫില്ലിങ് റെഡിയാക്കുന്നതിൽ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കൂലേ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, ഒരു ഉള്ളി, 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇഞ്ചിൻ്റെ റോസ്മെല്ല് മാറിയ ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയാവും. അപ്പം ഇല്ലേ അതുപോലെ തന്നെ മസാല ദോശൻ്റെ റെസിപ്പിയും ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കും, എന്നിട്ട് അത് പിറ്റേ ദിവസം ദോശയാവും, മസാല ദോശയാവും, പിറ്റേ ദിവസം തട്ട് ദോശയാവും. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിന്. ഇർഫാന ഷംഷീർ ഇഡ്ഡലി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നില്ലേ എൻ്റെ വീഡിയോസ് കാണുന്ന അധികം ഉമ്മമാരാണ്. അതുപോലെ തന്നെ ഹൗസ് വൈഫ് ആയാലും വർക്കിംഗ് വുമൺ ആയാലും എല്ലാം എൻ്റെ വീഡിയോസ് കാണലുണ്ട്. വർക്കിംഗ് വുമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിലത്തെ കാര്യവും ചെയ്യണം, അതുപോലെ തന്നെ പുറമേയുള്ള ജോലി ചെയ്യണം, പിന്നെ വീട്ടിൽ വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെയെല്ലാം കുറേ ടെൻഷൻസ് പറയുന്ന പാരൻസ് ഉണ്ട് കേട്ടോ. എന്നെ വിളിച്ചിട്ടും മാഷാ അല്ലാ കുറച്ച് സ്ട്രെസ് റിലീഫാണ് ഇർഫാനയുടെ വീഡിയോസ് കാണുമ്പം അങ്ങനെയെല്ലാം പറയലുണ്ട്. അതുപോലെ തന്നെ പഠന കാര്യത്തിനെ കുറിച്ചിട്ടും കുട്ടികളെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഫ്യൂച്ചറും സ്റ്റഡീസും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫും കൂടി, അവരുടെ സെൽഫ് ലവും കൂടി നോക്കിക്കഴിഞ്ഞാലല്ലേ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊടുക്കാൻ കഴിയുക. അപ്പം നല്ലൊരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിണക്കിയിട്ട് വേണം അവർ മുന്നോട്ട് പോകാൻ. അപ്പം അതിനിടയിൽ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അന്നേരം എന്നോട് പറയുന്നതാണ് നല്ല ട്യൂഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് ഷെയർ ആക്കുമെന്ന്. കാര്യമില്ല, നമുക്ക് ഇപ്പോഴത്തെ ബിസി ലൈഫിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം ഞാനായാലും എൻ്റെ ബിസിനസ് ആയിക്കോട്ടെ യൂട്യൂബ് വീഡിയോ എല്ലാം കൊണ്ടും ഞാനൊരു വർക്കിംഗ് പാരൻ്റാണ്. അപ്പം എനിക്കില്ലേ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്, ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാര്യം ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പം ഓരോന്നിൽ ഞാൻ ബിസിയാവും. അതുപോലെ തന്നെ ഒരുപാട് പാരൻസ് ഉണ്ട്. പിന്നെ വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്ന ടൈപ്പ് പാരൻസ് ഉണ്ട്. അങ്ങനെ അപ്പം നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പ്രോപ്പറായ
എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലേ ഭാവിയിൽ അവർ മിടുക്കരായിട്ട് വളരുള്ളൂ. ഇപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞ് മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും ഇല്ലേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, മാർക്ക് കുറവാണെന്നെല്ലാം പറയുന്നേക്കാം. അപ്പോൾ ഇല്ലേ എന്താ പറയുക, അടുത്ത എക്സാം ഇനിയിപ്പം അടുത്ത എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന എക്സാം ആയാലും എന്താ പറയുക കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, ഇന്ന് നാളെ എക്സാമാണെന്നുണ്ടെങ്കിൽ തലേദിവസം പഠിച്ചിട്ട് പോകുമ്പോൾ പറയാം കുട്ടികൾക്ക് പല പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അവർ വിജയിച്ച റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലേ നമ്മൾ കറക്റ്റ് ടൈമിൽ ഒരു ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ എല്ലാ പോർഷൻസും അവർക്ക് കവർ ചെയ്യാനും കോൺഫിഡൻറ്റോട് കൂടി അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അത് ശരിക്കും അവരുടെ ഫ്യൂച്ചറിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അവളോടില്ലേ എക്സാമിന് പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂളായിട്ട് പറയും എക്സാമിന് പഠിച്ചു. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസത്തെ ടെൻഷൻസും കാര്യങ്ങളും ഒന്നും മാഷാഅല്ലാഹ് ഉണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം എനിക്ക് പോസിബിൾ ആയതിൽ ഇൻ്റർവെൽ ക്ലാസ്സിൽ അവളെ ജോയിൻ ചെയ്യിപ്പിച്ച ശേഷമാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയേണ്ടാവും, എൻ്റെ മോള് ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനിൽ ജോയിൻ ചെയ്ത കാര്യം ഒരുപാട് പ്രാവശ്യം ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. സ്കൂളിന് പുറമേ ഇല്ലേ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവർക്ക് കൊടുക്കണം എന്നുകൊണ്ടാണ് കേട്ടോ, ഒരു പ്രോപ്പർ അറ്റൻഷൻ കിട്ടണമെന്ന് കൊണ്ടാണ് ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൽ തന്നെ ഇവരെ ജോയിൻ ചെയ്യിപ്പിച്ചത്. നമ്മളിപ്പം +1 പഠിക്കുന്നത്. SSLC കഴിഞ്ഞ് അതുപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം +2യിലേക്കും. അപ്പോൾ ഈ +1 മാർക്ക് വേണം, +2 മാർക്ക് വേണം, എന്നാലല്ലേ അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക, അതുപോലെ നല്ലൊരു കോളേജിൽ പോകാനും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കരിയർ അവർക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞ് മീറ്റിംഗെല്ലാം കഴിഞ്ഞ് കുട്ടികളോട് ദേഷ്യം പിടിക്കുന്ന പാരൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്ര ദേഷ്യം പിടിച്ച് കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ അല്ലായിരിക്കും, ബേസിക് ഇഷ്യൂ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റിനോട് പ്രയാസമായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. I heard about activities. Food for her child. പിന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സർവീസസ് ചെയ്യുന്നുണ്ട്. Okay. And doctors treating their patients. Right. Okay. So Employment, business, professional. okay. So a professional പറയുമ്പോൾ ടീച്ചർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടീച്ചിങ് ഡോക്ടേഴ്സ് അങ്ങനെ വരും. പിന്നെ എംപ്ലോയി ബിസിനസ് വരും, എംപ്ലോയ്മെന്റ്. പിന്നെ തേർഡ് വൺ എന്തായിരുന്നു? ബിസിനസ് ആണല്ലേ. സെക്കൻഡ് വൺ എന്തായിരുന്നു? എംപ്ലോയ്മെന്റ് ബിസിനസ്. മോളിപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം കോഴ്സിലാണ് കേട്ടോ. ചില സബ്ജക്റ്റിലൊക്കെ ഭയങ്കര ടഫായിട്ടുണ്ടായ ടൈമും ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് തന്നെയാണ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിന്. നമ്മളിപ്പോൾ ഇല്ലേ കുട്ടികളെ ഡയറക്റ്റ് അങ്ങനെ ട്യൂഷനിൽ ചേർത്താൽ എന്നല്ലാണ്ട് ഇൻ്റർവെല്ലിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കും മുമ്പേ ഇവർ കറക്റ്റായിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ വീക്ക് പോയിൻ്റ് അവർ ഏത് സബ്ജക്റ്റിലാണോ വീക്ക്, അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടീച്ചേഴ്സിനെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനാണ് കേട്ടോ അവർ കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 30-40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് എന്തായാലും കിട്ടൂല. അപ്പോൾ ഇല്ലേ ഇൻ്റർവെല്ലിലെ കുട്ടികളെ അക്കാദമിക് കലണ്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അത് പാരൻസിനും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് പറയാം. അത് നോക്കിക്കഴിഞ്ഞാൽ പാരൻസിനും കൂടി ഇന്ന് എന്ത് സബ്ജക്റ്റാണ് എടുത്ത് ഏതെല്ലാം ക്ലിയറായി അങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസും ഇവർ കൊടുക്കുന്നുണ്ട്. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, അതുപോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ എക്സാമിന് അടുപ്പിച്ച് വരുന്ന സമയങ്ങളിൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്, ഓൺലൈൻ പാരൻസ് മീറ്റിംഗ് എല്ലാം ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും. ഇൻ്റർവെല്ലിൻ്റെ ജേണിയിൽ നമ്മളിപ്പം കുട്ടികൾക്ക് ഒരു ഡെമോ ക്ലാസ് കൊടുക്കും, എന്നിട്ട് ടീച്ചർ ഓക്കെ ആണോ എന്ന് നോക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ആ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് കുട്ടികൾക്ക് ഇവർ ക്ലാസ് കൊടുക്കുക. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതുപോലെ ബേസിക് പ്രശ്നം ഉണ്ടാവും, ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാനും. അതുപോലെ തന്നെ 30 to 40 ഡേയ്സ് കൊണ്ട് തന്നെ ലെറ്റേഴ്സ് മുതൽ ഇവർ ക്ലിയർ ആക്കി കൊടുക്കും കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ എല്ലാ സിലബസിലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CBSE, ICSE, സ്റ്റേറ്റ് അങ്ങനെ എല്ലാ സിലബസിലും എല്ലാ സബ്ജക്റ്റിലും ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ പാരൻസ് തന്നെ ചിന്തിക്കുന്ന വേറൊരു കാര്യമൊന്നും മദ്രസയെല്ലാം കഴിഞ്ഞ് ചില കുട്ടികൾക്കെല്ലാം മദ്രസയിൽ പോകുന്നതെല്ലാം ഉണ്ടാവും. അപ്പം മദ്രസയെല്ലാം വിട്ട് കഴിയുമ്പം തന്നെ കുട്ടികൾ ടയേർഡാവും, വീണ്ടും ട്യൂഷൻ കൊടുക്കുക എന്നുള്ളതെല്ലാം ചിന്തിക്കുന്ന പാരൻസ് ഉണ്ടാവും. പക്ഷേ ഇല്ലേ ഇവർ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവും ക്ലാസ്സിൽ. എൻ്റെ മോളിൽ ക്ലാസ്സിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ ഓൾ തന്നെ വന്നിരുന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ ദീർഘിക്കുന്ന ക്ലാസ് മാത്രമേ ഉണ്ടാവും കേട്ടോ. അതും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും കുട്ടികളിൽ കാണുകയും ചെയ്യും. ഇപ്പം എക്സാമെല്ലാം തുടങ്ങാനായി വീണ്ടും പാരൻസിനും കുട്ടികൾക്കില്ലേ എക്സാമിൻ്റെ ടൈമെല്ലാം കുട്ടികൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അക്കാദമിക് ട്യൂഷന് പുറമെ എക്സാം ക്രാഷ് കോഴ്സ് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏതാണോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് മാത്രം ട്യൂഷൻ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഏതെങ്കിലും ഫൗണ്ടേഷൻ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ക്രാഷ് കോഴ്സിൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്, പിന്നെ ചാപ്റ്റർ വൈസ് എക്സാമും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. ജവൽ കഴിഞ്ഞ 7 വർഷത്തോളമായി കേട്ടോ അവരുടെ സർവീസസ് ഇന്ത്യയിലും GCCയിൽ എല്ലാ കൺട്രീസിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ കുട്ടികളെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പം ഇല്ലേ അവർക്കൊരു ടീച്ചറിനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളുടെ പഠന കാര്യം കൂടി ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കൾക്ക് ട്യൂഷൻസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോ. നമ്മളെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. മോളിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന ശേഷം കേട്ടോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഉള്ള എന്താ പറയുക ചാവടിയും കാര്യങ്ങളും ഫ്രഷാലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ കൊടുത്തു എന്ന് മാത്രം. അത് വൈകുന്നേരം ഞാൻ ഷൂട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ. ഒരുപാട് പാരൻസ് ആവശ്യപ്പെടലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത്. അതുപോലെ തന്നെയല്ലേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ്. സെൻട്രാളും ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കി വന്നിട്ടുണ്ട്. പിന്നെ അതെപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാനത് ഷെയർ ആക്കാണ്ടെന്നത്. ഇനിയിപ്പോൾ ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വന്നതാണ്. ചില പാത്രങ്ങളൊന്നുമില്ലേ കുറേ നാളെടുക്കാണ്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ബ്ലാക്ക് കളറിൽ വരും കേട്ടോ. അത് പാത്രങ്ങളായിക്കോട്ടെ, ഇപ്പം കുരുമുളക് പൊടി അതെല്ലാം ഞാൻ കുരുമുളക് അങ്ങനത്തെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ. പിന്നെ പാത്രങ്ങളിങ്ങനെ നല്ലോണം സോപ്പിട്ടിട്ട് നല്ലോണം കഴുകും. ചിലത് ചൂടുവെള്ളത്തിലെല്ലാം കഴുകേണ്ടി വരുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ കുറേ നാൾ ഓരോരോ പാത്രങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയാവും. എനിപ്പിൽ ഞാൻ തഹജ്ജുദിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിനി തലേദിവസം നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടാവണം നമ്മൾ പിറ്റേ ദിവസം തഹജ്ജുദിന് എണീക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ മഗ്രിബ് കഴിഞ്ഞ് ഏഷാക്ക് മുന്നേ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 7 മണി 8 മണീൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഡിന്നർ കഴിക്കണം കേട്ടോ, രാത്രി ഭക്ഷണം കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ട് നല്ലോണം താമസിച്ചിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. കാര്യമില്ലേ നമ്മളൊരു ഉറങ്ങാൻ പോകുന്ന നമ്മൾ ബ്രെയിനിന് മനസ്സിലാണ് നമ്മൾ ഉറങ്ങാനാണ് പോകുന്നതെന്ന്. നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇല്ലേ ബ്രെയിൻ തെറ്റിദ്ധരിക്കും സമയമായിട്ടില്ല എന്ന്, അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല. അപ്പോൾ ഇല്ലേ ഫോണ് ഒരു 9 മണിക്ക് ശേഷം യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് നമ്മളെ ഉറക്കത്തിനെ ബാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വേറെ ചെയ്യാനുള്ളത് കിടക്കും മുന്നേ വുളു ചെയ്തിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പഠിച്ചവനോട് പറയാം ഞാൻ നാളെ തഹജ്ജുദ് നമസ്കരിക്കും. ഇപ്പോൾ ഏത് മതസ്ഥരായിക്കോട്ടെ രാവിലെ ആ ഒരു പുലർച്ചയൊക്കെ എണീക്കുന്നത് ഭയങ്കര ബെനിഫിറ്റ്സുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ അത്രയും നമ്മളെ ലൈഫിലായിക്കോട്ടെ എല്ലാ തലത്തിലും ഉയർച്ച ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് എന്താ പറയുക ക്രീമും കാര്യങ്ങളും എല്ലാം പരീക്ഷിക്കും, സ്കിൻ കെയർ കാര്യങ്ങൾ എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ രാവിലെ എണീച്ചിട്ട് ആ നമസ്കാരവും കാര്യങ്ങളെല്ലാം ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം തന്നെ നമ്മുടെ സ്കിന്നും എല്ലാം മാനസിക തലത്തിലായിക്കോട്ടെ ഏത് തലത്തിലും നമ്മൾ
ഹെൽത്തി ആയിട്ട് മാറും കേട്ടോ. പിന്നെ സുജൂദിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മൂക്കും നെറ്റിയും നമ്മൾ അമർത്തും. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലേഡീസ് പറയുന്നതാണ് നമസ്കരിക്കാൻ ഭയങ്കര മടിയാന്ന്, എല്ലാ പണിയെടുക്കും, നമസ്കരിക്കുന്ന കാര്യത്തിൽ ആരോ ബാക്കിൽ വലിക്കുന്ന ഒരു ഫീലാണ് മടിയാണെന്ന്. അപ്പം ഇല്ലേ നമുക്ക് നമസ്കാരം എന്തുകൊണ്ടാണ് മടിയായിട്ട് തോന്നുന്നത്? അതിൽ നമുക്കൊന്നും കിട്ടൂല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഫുഡാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കണം, ഹസ്ബൻഡ് വരും, അങ്ങനെ പഠിച്ചവനോടുള്ള അടുപ്പം നമുക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇല്ലേ പടച്ചോൻ നമസ്കരിക്കാൻ പറഞ്ഞതിന് എന്താ പറയുക, പടച്ചോന് എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യും. എന്നാലും നമ്മൾ സുജൂദിൽ പോയിട്ട് നമ്മളെ മൂക്കും നെറ്റിയും മുട്ടിക്കുമ്പിൽ അവിടെ പ്രസ് ചെയ്യുമ്പിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കും കേട്ടോ. അപ്പം ഫേസിൽ നല്ല മാറ്റങ്ങൾ വരും. സ്കിന്ന് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ വുളു എടുക്കുന്ന രീതിയും കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ സ്കിന്നിൽ ഒരു അഴുക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. സമയത്തിന് നമ്മൾ വുളു എടുത്ത് നമ്മളെ മുഖം കൈയും കാലെല്ലാം ഒന്ന് ഫ്രഷ് ആക്കി കഴിഞ്ഞാൽ അതൊരു സ്കിൻ കെയറിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. നമ്മൾ 5 നേരം നമസ്കരിക്കുന്നത്, പിന്നെ സുന്നത്ത് നമസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലും ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പം നമ്മൾ വുളു എടുക്കുന്ന ടൈമിൽ നമ്മൾ ഓരോ അവയവങ്ങളും നമ്മൾ കഴുകി ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ആ കഴുകുന്ന സമയത്തിൽ നമ്മൾ അവയവങ്ങൾ കഴുകുന്ന സമയം അത് ഒന്നുകൂടി ക്ലീൻ ആവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ക്രീമിൻ്റെയോ സ്കിൻ കെയറിൻ്റെയോ ആവശ്യമില്ല. അത് പഠിച്ചവന് ആദ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുജൂദിലേക്ക് പോകുമ്പം, നമ്മൾ റുക്കോയിലേക്ക് പോകുമ്പം നമ്മുടെ എല്ലാ എല്ലുകളുടെ ബലത്തിനും ആരോഗ്യത്തിനും എല്ലുള്ള എക്സസൈസാണ് ശരിക്കും പറഞ്ഞാൽ നമസ്കാരം. അതാണ് ഖുർആനിൽ പറഞ്ഞേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്ന്. അപ്പം ഇല്ല ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പം ശരി എന്നല്ലേ, നമുക്ക് നമസ്കരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ചിലർ എത്ര പ്രായമായിക്കഴിഞ്ഞാലും ഇങ്ങനെ വളയാണ്ട് എപ്പോഴും നടക്കുന്ന നിലമ്പോൾ ഇരിക്കോളം നടന്നിട്ടാ ജീവിച്ചെന്നെല്ലാം പറയൂലേ. അപ്പോൾ അവർ ലൈഫിൽ നമസ്കാരം മുറ പോലെ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള എക്സസൈസ് ഫുൾ കിട്ടി. അതും സുന്നത്ത് നമസ്കാരം കൂടി ആകുമ്പില്ലേ നമ്മളിപ്പം സുജൂദിലിരിക്കുന്നതായിക്കോട്ടെ, നമ്മളെ കാല് പ്രസ് ചെയ്യുന്നതായിക്കോട്ടെ, ഓരോ ഭാഗത്തും നമ്മൾ രക്തോട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നും അതുപോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും. പടച്ചോന് വെറുതെ എന്തെല്ലോ കിട്ടുന്നതുകൊണ്ടല്ല, നമ്മൾ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോന് ഓരോരോ റൂൾസും കാര്യങ്ങളും ഇറക്കിയത്. അല്ലാണ്ട് നമ്മളെ ശരീരത്തിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇത്ര ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാലില്ലേ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ കുറേ സംസാരിച്ചു, നമസ്കരിക്കാൻ മടിയുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഷെയർ ആക്കിയതാണ് കേട്ടോ. പിന്നെന്താ, ഞാനില്ലേ പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി മുറ്റത്തേക്ക് വന്നിട്ട് കുറച്ച് ആറിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വാഴയില പറിക്കാൻ വന്നിട്ടുണ്ട്. ഇന്നില്ലേ അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നോടില്ലേ അധികം എൻ്റെ വീട്ടിൽ വന്നിട്ട് മീൻ പൊള്ളിച്ചത് കഴിച്ച് കഴിഞ്ഞാൽ പറയലുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിനെന്ന്. അപ്പോൾ അതിൻ്റെ ടിപ്സ് എന്തായാലും ഞാൻ ഷെയർ ആക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് മീൻ പൊള്ളിച്ചതായിക്കോട്ടെ ചിക്കൻ പൊള്ളിച്ചതായിക്കോട്ടെ ഉണ്ടാക്കൽ. ഇതിപ്പില്ലേ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അയില വെച്ചിട്ടും മത്തി വെച്ചിട്ടും എല്ലാം ചെയ്തെടുക്കാം, അയക്കൂറ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പില്ലേ കുറച്ച് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടി മാത്രം, മല്ലിപ്പൊടിയില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരമൊന്ന് കുരുമുളകില്ലാന്ന് ഓർമ്മ വന്നേ. അപ്പോൾ ഞാൻ കുരുമുളകൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം കുരുമുളക് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പം കുരുമുളകൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ചോറ് നല്ലോണം തിളക്കുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. റെസിപ്പി പറഞ്ഞുതരാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പരിപ്പറിയിലേക്ക്. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം, ചെറുതായാലും പ്രശ്നമില്ല, ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം കേട്ടോ. ഒരു ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 തക്കാളി വേണം കേട്ടോ. അപ്പം അതും കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളി നല്ലോണം കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പറിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുക. അപ്പോൾ ഇതാ നമ്മൾ മീനിൽ നല്ലോണം കഴുകിയിട്ട് വരഞ്ഞിട്ട് ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കുരുമുളക് ക്രഷ് ചെയ്തതും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ മാറ്റി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ക്രഷ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മീനിൽ പുരട്ടിയെടുക്കാം. എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഫ്രഷ് മീനാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ അയല മീൻ വെച്ചിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുണ്ടാക്കൽ. പിന്നെ മത്തിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആക്കൂറ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ കരിമീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ആവോലി മീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ മസാല എല്ലായിടത്തും പുരട്ടി കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വിനെഗറോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മുളകെല്ലാം പറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ചോറെല്ലാം നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോറ് മാറ്റി വെക്കലാണ്. എന്നിട്ട് എന്താ പറയുക, നമ്മൾ മീൻ പൊള്ളിച്ചത് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. കുറേ ആയി എന്നോട് ചോദിക്കുന്നത് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി. കാര്യമില്ലേ, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ പാർട്ടി മീൻസ് നമ്മളിൽ തന്നെ കുറച്ച് പെട്ടെന്ന് ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കൂലേ, ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെന്നല്ലോ എന്നെല്ലാം ചോദിക്കലുണ്ട്. എന്താ സീക്രട്ട് എന്നെല്ലാം പറയലുണ്ട്. അപ്പം ഇല്ലേ, ഇതാണ് കേട്ടോ. ഞാൻ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയ്ക്ക് പുറമെ 1 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കും. എന്നിട്ടില്ലേ ഒരു 5 6 ഇപ്പം ഞാൻ 2 മീനാണ് പൊളിച്ച് എടുക്കുന്നത്. അതിനില്ലേ ഒരു 6 ചെറിയ ഉള്ളിയില്ലേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിൽ നമ്മൾ ബിരിയാണിക്കെല്ലാം ചെയ്യുന്ന പോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ മീൻ പൊള്ളിച്ചതുണ്ടാക്കുമ്പം ഇങ്ങനൊന്ന് ചെയ്ത് നോക്ക്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ലൈഫിൽ ഇങ്ങനൊരു മീൻ പൊള്ളിച്ചത് എന്താ പറയുക ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിക്കുക, അത്ര അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അധികം ആൾക്കാരും ഉള്ളിയെല്ലാം വഴറ്റിയിട്ടല്ലേ ചെയ്തെടുക്കുക. പക്ഷേ ചെറിയ ഉള്ളിയിലെ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ആക്കുമ്പം 1 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക. ഗീൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഈ ഒരു മീൻ പൊള്ളിച്ചക്ക് കുറേയൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതി. അപ്പോൾ ഇതാ ഞാൻ മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിപ്പറിയിലേക്ക് ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയിട്ടില്ലേ, അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കഴുകി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കടല, ബീൻസ്, അങ്ങനെ എന്തുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ രാവിലെ ഞാൻ എന്താ പറയുക ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ഒരു ഭാജിയാക്കിക്കൊണ്ട് തന്നെ ഫില്ലിങ് ആക്കിക്കൊണ്ട് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീനെല്ലാം ഫ്രൈ ആയിട്ട് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പൊന്നീൻ്റെ വേഗം വേവുന്ന അരിയില്ലേ അതാണ് കേട്ടോ വാങ്ങൽ. അധികം ആൾക്കാർ ചോദിക്കലുണ്ട് ഏതരിയാന്ന് വാങ്ങലെന്ന്. ഇപ്പം ഞാൻ വാങ്ങുന്നത് പൊന്നി റൈസാണ്, പെട്ടെന്ന് വേവുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നൽ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ മീനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നല്ലോണം മീൻ്റെ എല്ലാ ഭാഗവും നല്ലോണം മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനിയിപ്പം ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗീയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടില്ലേ നമ്മൾ മീൻ ഫ്രൈ ആക്കി വെച്ച ഓയിലിൽ ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇതിപ്പം 2 മീനിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 1 ഉള്ളി വെച്ച് ചെയ്തത്. കുറച്ചധികം മീനുണ്ടെങ്കിൽ നിങ്ങൾ 2 ഉള്ളി വെച്ച് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഞാൻ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടില്ലേ നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വരണം കേട്ടോ.
നമ്മൾ മീൻ ഫ്രൈ ആക്കി വെച്ച ഓയിലിൽ തന്നെയാണ് കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇപ്പം തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുമ്പം വാറ്റുമ്പില്ല സ്മെല്ല്. ഇനിയിപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക. കറക്റ്റ് ഒരു ഉള്ളിക്ക് ഇത് കറക്റ്റ് അളവാണ്. കാര്യം മീനായതുകൊണ്ട് തന്നെ കുറേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. 5 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും മാത്രം മതി കേട്ടോ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വലിയ തക്കാളിനെ ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങ പിഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ട്, വലിയതല്ല, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടില്ലേ തക്കാളി നല്ലോണം പേസ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയെല്ലാം നല്ലോണം കുക്കാകുന്നുണ്ട്. അതിനിടയിൽ ഞാൻ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം വീഡിയോ എടുത്തിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയുമ്പം കുറേ ടൈം പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനിടയിൽ എൻ്റെ പണികളും കാര്യങ്ങളെല്ലാം തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗത്തുനിന്ന് കട്ടായി പോയതാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്കില്ലേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1/2 മുറി തേങ്ങ നല്ലോണം കുറച്ച് വെള്ളത്തിൽ, 1/2 കപ്പോ 1 കപ്പോ വെള്ളത്തിൽ നല്ലോണം അരച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ പരിപ്പും കൂടി വെന്തിട്ടുണ്ട്, അതിലേക്കും ഞാൻ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പരിപ്പ് തിളച്ച് വന്നു കഴിഞ്ഞാൽ മല്ലിയില ഇട്ടിട്ട് സെർവ് ചെയ്യാം കേട്ടോ. കടുക് കാച്ചണ്ടാവുന്ന ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പം ബീഫ് കറി അങ്ങനത്തെ എല്ലാം ചെയ്യൂലേ, അതുപോലത്തെ ഒരു പരിപ്പ് കറി. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് വന്ന് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വാഴയില ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ പൊള്ളിച്ചതും ഉണ്ടാക്കൽ. എന്താ പറയുക, ഞാൻ ഏതോ ഒരു വീഡിയോയിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടായിനി. ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സാധാ ഈ പൊള്ളിച്ചയിലും കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മളിങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ ഇതാര ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന രീതിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതാ വായിൽ നല്ലോണം ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതാ 2 ഭാഗത്തും നല്ലോണം ചൂടാക്കിയെടുക്കാം. പിന്നെന്താ, നമ്മുടെ തഹജൂദിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് തഹജൂദ് നമസ്കാരം സ്റ്റാർട്ട് ചെയ്തെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഭയങ്കര നല്ലതായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ വീഡിയോ ഷെയർ ആക്കുന്നത്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കാണിക്കുന്നത് മൂലം ആരെങ്കിലും ഒരാൾ തഹജൂദ് നമസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി അതിൻ്റെ പുണ്യം കിട്ടും എന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മളിപ്പോൾ തഹജൂദ് നമസ്കരിക്കാണ്ട് ഒരു കണ്ടൻറ്റിന് വേണ്ടിക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാപമായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിനും. പല ആൾക്കാരും ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ കുറച്ച് റീച്ച് ആകുന്നുണ്ടെങ്കിൽ അതേ കണ്ടൻറ്റ് അതുപോലെ ഷെയർ ആക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും മോട്ടിവേഷൻ പറഞ്ഞാൽ അതുപോലെ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. സെയിം അതന്നെ എടുത്ത് ഇപ്പുറം വന്നിട്ട് പറയുന്ന ആൾക്കാരും കാര്യങ്ങൾ എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക, ഡ്രസ്സിങ് സ്റ്റൈൽ അതുപോലെ ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊന്നും. എനിക്കങ്ങനെ കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. മെസ്സേജ് ലാക്കലുണ്ട്, അവർ നിങ്ങളെപ്പോലെ ചെയ്തിന്, നിങ്ങളെപ്പോലത്തെ പാത്രങ്ങൾ വാങ്ങിയെന്നെല്ലാം പറഞ്ഞു. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമസ്കാര കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിക്ക് എന്ത് കാര്യവും കാണിക്കാൻ വേണ്ടിക്ക് പ്രവർത്തിക്കുന്നവരായ ഏതൊരാൾക്കും നാശമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ആക്കാത്ത. എനിക്ക് പേടിയാണ് കേട്ടോ. എന്നാലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി തഹജൂദിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇടയ്ക്ക് ഷെയർ ആക്കണമെന്ന്. അത് കാണുമ്പം നമുക്കും കൂടി അത് ചെയ്യാൻ തോന്നും. വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ അവൾ ചെയ്യുന്നുണ്ടല്ലോ എനിക്കും ചെയ്യാണോ എന്നുള്ള ഒരു ചിന്ത വരും. അതുകൊണ്ട് ഷെയർ ആക്കണേ, അത് നല്ലൊരു കാര്യമല്ലേ എന്നെല്ലാം എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ്. ഇഷ്ടമല്ലാത്തവർ വിട്ടെ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ അനുകരിച്ചിട്ട് ചെയ്യുന്ന, നമ്മളോട് ഇഷ്ടം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അവർക്ക് നമ്മളോട് അത്രയും ഇൻഫ്ലുവൻസേഴ്സിന് തന്നെ ഇൻഫ്ലുവൻസ് ആവാന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമസ്കാര കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുന്ന കാര്യം, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിലും മാത്രം ഷെയർ ആക്കുക. വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിക്ക്
ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ നാശം വരുന്ന ഒരു കാര്യമാണ്. അതാണ് എനിക്കിപ്പം ഡെയിലി തഹജ്ജുദ് നമസ്കാരം ഷെയർ ആക്കാമെന്ന് വിചാരിച്ചാൽ കഴിയും, പക്ഷേ ഞാനത് ചെയ്യാത്ത അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഫുഡും റെസിപ്പീസും റൂട്ടീനും കാര്യങ്ങളെല്ലാം തന്നെയാണ്. പക്ഷെ അതിനിടയിൽ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു തഹജ്ജുദിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ആക്കുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എല്ലാവർക്കും തഹജ്ജുദ് നമസ്കരിക്കാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തഹജ്ജുദിൻ്റെ നമസ്കാരത്തിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിടൂല കേട്ടോ. നമ്മളെല്ലാ പ്രയാസങ്ങളും മാറാൻ ആ ഒരു നമസ്കാരം മാത്രം മതി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ പൊള്ളിച്ച് എന്താ പറയുക മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കലാണ്. വാഴയിലയിലില്ലേ എന്താ പറയുക മസാല ഇട്ട് കൊടുത്ത് പിന്നെ മീൻ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെറിയുള്ളിയും എന്താ പറയുക ഈ ഒരു കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ആ ഒരു കാഷ്യൂനട്ടും ചെറിയുള്ളിയും ഫ്രൈ ആക്കിയ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതിലും ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് നമ്മൾ ഈ ഒരു മീൻ പൊള്ളിച്ചതിലുണ്ടാവും. അത് അധികം ആൾക്കാരും കഴിച്ചവർ പറയലുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചവർ പറയലുണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയത്. എല്ലാവരും അധികം ആൾക്കാരും വയറ്റിയിട്ട് ഇതാക്കിയിട്ടല്ലേ ഉണ്ടാക്കാം മീൻ പൊള്ളിച്ചത്. പക്ഷേ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടാക്കലുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ടെല്ലാം കുറച്ച് ഗീയും കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പെഷ്യലാക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നവർ ഇതാരാ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുന്ന രീതിയിലത്തെ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാ വാഴയിലെല്ലാം ഞാൻ എന്താ പറയുക മടക്കിയെടുക്കലാണ്. എന്നിട്ട് ഇതിൽ നമുക്ക് പാനിലിട്ടിട്ട് ഒന്നുകൂടി ചൂടാക്കിയെടുക്കണം. പണ്ടല്ലേ നമ്മൾ കണ്ണൂർ പുതിയാപ്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. മീനിൻ്റെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഉണ്ടാവും. ഇൻഷാ അല്ലാ മീനിൻ്റെ ഐറ്റംസ് വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഇങ്ങനത്തെ റെസിപ്പീസ് ചെയ്യൽ കുറവാണ്. എന്നോട് പറയലുണ്ട് ചിക്കൻ്റെ എല്ലാ റെസിപ്പിയും കാണാം, മീനിൻ്റെ റെസിപ്പി കാണൽ കുറവാണല്ലോ. സംഭവത്തിൽ കുട്ടികൾ മീൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ആക്കാത്തത്. പക്ഷേ ഇപ്പം എല്ലാം ചെമ്മീനും കാര്യങ്ങളെല്ലാം തിന്നലുണ്ടേ. ഞാനും ചെറുതിൽ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ഞാനധികം നിർബന്ധിക്കലില്ല. പിന്നെ എന്താ പറയുക ഇൻഷാ അല്ലാ ഞാനില്ലേ നമ്മളെ വീട്ടിലെല്ലാം പണ്ടെൻ്റെ ഉപ്പാക്കൽ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പുതിയാപ്ല മീൻ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള കുറേ ഐറ്റംസ് എനിക്കറിയാം, പക്ഷേ ഞാൻ മീൻ അധികം വാങ്ങാത്തതുകൊണ്ടാണ് ഞാൻ ഷെയർ ആക്കാത്തത്. ഇത് കഴിച്ചിട്ടില്ലേ ഇക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സെയിം ഇത് വെച്ചിട്ട് തന്നെ ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം ഒരു ഉള്ളിയും 2 തക്കാളി വെച്ചിട്ടല്ലേ ചെയ്തെടുത്തത്. ചിക്കൻ ആകുമ്പം 2 ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അളവ് കൂട്ടിയെടുക്കുക, എന്നിട്ട് തക്കാളിൻ്റെ അളവും കൂട്ടിയെടുക്കുക. അങ്ങനെ സെയിം തന്നെയാണ്. പിന്നെ ഗരം മസാല പൗഡറെല്ലാം ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡിയായി. സത്യം പറഞ്ഞാലേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചോറും കറിയും റെഡിയായി കുളിച്ച് ഫ്രഷ് ആയിട്ട് ളുഹർ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് വിളമ്പുക. ഇന്നാണെന്നുണ്ടെങ്കിൽ കുറേ ലേറ്റായി പോയി കേട്ടോ. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പം കുറേ താമസിക്കും. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒക്കെ വന്നിട്ടുണ്ട്. ഇക്കാക്കുള്ള ഫുഡും കൂടി എടുത്തു കൊടുത്തിട്ട് വേണം ഒക്കെ പോയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിക്ക്. ഇടയ്ക്കെല്ലാം എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയൻ ഇതാണ് കേട്ടോ. കാര്യം ഫുഡ് കറക്റ്റ് ടൈമിന് ഇക്കാക്കല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കറക്റ്റ് ടൈമിന് കിട്ടണം കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇക്കാക്ക് കുറച്ച് നിർബന്ധവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം വീഡിയോ എടുക്കുക, കറക്റ്റ് ടൈം ഫുഡ് ആക്കുക എന്നെല്ലാം പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര മടിയായിട്ട് തോന്നും. അങ്ങനെ പിന്നെന്താ, അതുകൊണ്ടാണ് ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളും അധികവും ഞാൻ ഷെയർ ആക്കാത്തത്. ഇൻഷാ അല്ലാ നമ്മൾ പുതിയാപ്ല സ്പെഷ്യൽ മീൻ റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ കുട്ടികളുടെ ബേബി ഫുഡ് റെസിപ്പീസ് ഷെയർ ആക്കണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാ മീൻ പൊള്ളിച്ചതിൽ നമ്മൾ പാനിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ. നല്ലതാണ് കറക്റ്റ് മസാല പിടിക്കുക. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. സാധാ മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റേ അല്ല, അതിലും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇതാ കാക്ക ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണ്. കുട്ടികൾക്ക് ചായ എടുക്കും, പിന്നെ രാത്രി മീൻ പൊള്ളിച്ചത് ഉണ്ടായിട്ടുണ്ടായിന്, പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കി, അങ്ങനെയെല്ലാം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.